അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ അജ്മീറിലേക്കുള്ള യാത്ര എങ്ങനെ യാത്ര ചെയ്യാം, എത്ര മുന്നേ ബുക്ക് ചെയ്യണം, ഇനി ഒരു ബുക്കും ചെയ്യാതെ നമുക്ക് കണ്ട് പോകണം തോന്നുമ്പോൾ പോകാൻ പറ്റുമോ, അവിടുത്തെ ഭക്ഷണം ഏതൊക്കെ നമുക്ക് പിടിക്കും, അവിടെ ഏതൊക്കെ സിയാറത്ത് ചെയ്യാനുണ്ട്, ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ, അതിൻ്റെ എല്ലാ വിശദീകരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അജ്മീറിലേക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ പോവാം, എത്ര ചിലവ് വരുന്നൊക്കെ നമ്മൾ ഇതിൽ വിശദീകരിച്ച് പറഞ്ഞ് വളരെ വിശാലമായിട്ട് അജ്മീർ എങ്ങനെ സിയാറത്ത് ചെയ്യാം, അജ്മീർ എത്ര പെട്ടെന്ന് പോയി വരാം, എത്ര പെട്ടെന്ന് എത്തും, എല്ലാം വിശദീകരിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം നമ്മൾ തരുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഞായറാഴ്ചൻ്റെ അന്ന് രാത്രി നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മളെ ബൈക്ക് എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കൊണ്ടുപോയി ബൈക്ക് പാർക്ക് ചെയ്തു. അവിടെ പാർക്കിംഗ് ഫീസിൻ്റെ ഒരു കാർഡ് നമുക്ക് തരും. ഈ കാർഡ് ഇല്ലാതെ നമ്മളൊരു കാരണവശാലും പാർക്ക് ചെയ്ത് പോരരുത്. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് വണ്ടിക്ക് നല്ലൊരു സംഖ്യ ഫൈൻ ഉണ്ടാവും. അപ്പോൾ അവിടെ പാർക്കിംഗ് എവിടെയാണ് അവിടെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനിൽ കയറി പാർക്കിംഗ് എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അങ്ങനെ പാർക്ക് ചെയ്തു നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി. നമ്മളെടുത്ത് കാര്യമായിട്ടൊരു രേഖകളും നമ്മളിവിടെ കൊടുത്തിട്ടൊന്നുമില്ല. നേരെ ചെന്ന് നേരെ ഒരു അജ്മീർ എന്ന് അങ്ങോട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പം അജ്മീറിലേക്കുള്ള ടിക്കറ്റ്, അതായത് ഇഷാഹ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞായറാഴ്ചൻ്റെ അന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരു 550 രൂപ അവർ ചോദിച്ചു നമ്മളോട്. അപ്പോൾ രണ്ടാളുണ്ട്, ഞാനും ഉമ്മയുണ്ട്. ഉമ്മാക്ക് 550, എനിക്ക് 550, 2 ടിക്കറ്റ് 1100 രൂപ കൊടുത്ത് അപ്പം തന്നെ ടിക്കറ്റ് വാങ്ങിയ ഉടനെ ചോദിച്ച് ട്രെയിൻ എവിടെ വരാനും ഓലോട് ചോദിച്ചു. അപ്പോൾ ഓര് പറഞ്ഞ് പ്ലാറ്റ്ഫോം 5 ബൈക്കോളി ഇറങ്ങി. അപ്പോൾ പ്ലാറ്റ്ഫോം 5 നമ്മൾ നേരെ ഇവിടെ നിന്നും ഈ കോണി കയറി പ്ലാറ്റ്ഫോം 5 ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ എങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാ ഞായറാഴ്ചയും ഈ ട്രെയിന് കോഴിക്കോട് എറണാകുളത്ത് നിന്നും എടുത്തിട്ട് അജ്മീറിലേക്ക് പോകുന്ന മരുസാഗർ എക്സ്പ്രസ് പറഞ്ഞ ട്രെയിനാണ്. ഇതിൻ്റെ നമ്പർ ഇതാ ഈ മേലെ കാണുന്നതാണ്, മരുസാഗർ എക്സ്പ്രസ്. ഈ ട്രെയിന് എല്ലാ ഞായറാഴ്ചയും ഉണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾ രാത്രി 12 മണിക്ക് എല്ലാ ഞായറാഴ്ചയും രാത്രി 12:15 ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും. അതായത് 12:15 പറയുമ്പം തിങ്കളാഴ്ചയിലേക്ക് കടന്നു. കാരണം ഞായറാഴ്ചൻ്റെ അന്ന് രാത്രി ആകുമ്പം 12 മണി വരെയല്ലേ ഞായറാഴ്ച ഉണ്ടാവുള്ളൂ. 12 മണി, രാത്രി 12 മണി കഴിഞ്ഞാൽ തിങ്കളാഴ്ചയിലേക്ക് കടന്നു. അപ്പം ഈ 12 മണി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ യാത്ര. കയറി നോക്കിയപ്പോൾ നല്ല തിരക്ക് ട്രെയിനിൽ, അസാധ്യ തിരക്ക്. കാരണം ഒന്നാമത് ഈ ക്രിസ്മസിൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഒരു സീറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രശ്നമില്ല, നമ്മൾ ക്ഷമിച്ച് നിൽക്കുക. നമുക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടും, ജനറലല്ലേ. അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ നിന്നു. ഇൻഷാ അള്ളാ സുബയോടടുത്ത് നമുക്ക് സീറ്റ് കിട്ടി. കയറി ഉടനെ തന്നെ ഉമ്മാക്ക് സീറ്റ് കിട്ടി. ഒരു അജ്മീറിലേക്കുള്ളൊരു പെണ്ണുണ്ടായിരുന്നു അവിടെ. ആ ഉമ്മ നേരെ പിന്നെ ഉമ്മനോട് പറഞ്ഞു ഇവിടെ ഇരുന്നോളി പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. ഏതായാലും ഒരു പുലർച്ചെ ഒരു 4 മണി 4:45 ആയപ്പോഴേക്കും മംഗലാപുരത്തെത്തി. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ഇറങ്ങി. അപ്പോൾ സീറ്റ് കംപ്ലീറ്റ് യഥേഷ്ടം കിട്ടി. ഞാൻ അതാണ് നേരത്തെ കാണിച്ചത്. ഇപ്പം നമ്മൾ ഗുഹയിലുള്ളത്. ഈ ഗുഹയിൽ കയറിയുള്ള സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഈ കൊങ്കൺ വഴിയുള്ള യാത്ര ആയതുകൊണ്ട് ഈ കൊങ്കൺ വഴിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. കുറേ കടലും കായലും ആയിട്ട് പല ഭാഗങ്ങളും കണ്ട്, നാടിൻ്റെ പല ഭാഗങ്ങളും കണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. പല സംസ്ഥാനങ്ങൾ കീറി മുറിച്ചിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ പല നാഗരിക സ്വഭാവങ്ങളും നമുക്ക് കാണാൻ കഴിയും, പല ജനങ്ങളെ കാണാൻ കഴിയും. ഏതായാലും നമ്മൾ പിന്നെ അന്ന് രാത്രി വണ്ടിയിൽ നിന്നു. ചൊവ്വാഴ്ചൻ്റെ അന്ന്, അതായത് ഞായറാഴ്ച രാത്രി നമ്മൾ 12 മണിക്ക് ട്രെയിൻ കയറിയ നമ്മൾ ചൊവ്വാഴ്ച 3 മണിക്ക്, തിങ്കളാഴ്ച കംപ്ലീറ്റ് നമ്മളെ യാത്ര തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി, റാഹത്തായിട്ട് നമ്മൾ ഇരുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഞങ്ങളങ്ങനെ ഇരുന്ന് ഒരു മൂലയിലിരുന്ന് ചെറിയ ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അത്യാവശ്യം ഈ നമ്മളെ മുസമ്പി ഉണ്ടല്ലോ, മുസമ്പി, അതുപോലെ തന്നെ ബുർത്തുകാൽ, അങ്ങനത്തെ ഈ ബുർത്തുകാലിൻ്റെ പ്രത്യേകത അതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് തേച്ച് കഴിഞ്ഞ് ഒരു ചെറിയൊരു കത്തി, 5 രൂപേൻ്റെ കത്തി നമ്മൾ കയ്യിൽ പിടിക്കുക, ബാഗിൽ പിടിച്ചാൽ മതി. അപ്പം നമുക്ക് അതുപോലെ തന്നെ കുറച്ച് പേപ്പർ കയ്യിൽ പിടിക്കണം, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾക്കും മറ്റൊക്കെ, അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടലിൽ കുറച്ച് വെള്ളങ്ങൾ നമ്മളെ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിക്കുക. എന്നാൽ പിന്നെ ആ വെള്ളം ഇങ്ങനെ കുടിച്ച് പോകാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിന് കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ളതൊക്കെ കഴിക്കുക. അതങ്ങനെ കഴിച്ചും കൊണ്ട് പോയി. ഏകദേശം ഇൻഷാ അള്ളാ ഈ ദിവസത്തിന് 550 റുപ്യൻ്റെ ടിക്കറ്റ് അല്ലാതെ അജ്മീറിലെത്തോളും വേറെ ഒരു ചിലവും ഞങ്ങൾക്ക് വന്നിട്ടില്ല. എല്ലാ സാധനവും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അപ്പം 550 രൂപക്ക് ജനറൽ ടിക്കറ്റ്, അത് ഏത് സമയത്തും നിങ്ങൾക്ക് ട്രെയിന് എല്ലാ ഞായറാഴ്ചയും കോഴിക്കോട് 12 മണിക്കെത്തും. മംഗലാപുരത്തിന് നിന്ന് വൈകുന്നേരം രാത്രി 8 മണിക്കറ്റ് എടുക്കുന്ന ട്രെയിനാണ്.
അപ്പം നിങ്ങൾ രാത്രി 8 മണിക്ക് ഞായറാഴ്ച മംഗലാപുരത്തിന് കയറുകയാണെങ്കിലും 550 തന്നെയാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പം ഈ ടിക്കറ്റ് കയറി നമ്മൾ അജ്മീറിൽ ചൊവ്വാഴ്ച 3 മണി 3:30 ആയപ്പോഴേക്കും, ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 ആയപ്പോഴേക്കും അജ്മീറിൽ ഇറങ്ങി ഇവിടെ നിന്നും നേരെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 1ലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഇറങ്ങിയത് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയാലാണ് പുറത്തിറങ്ങാനുള്ള വഴി പ്രോപ്പറായിട്ടുള്ള കിട്ടുള്ളൂ, അതായത് ക്ലിയർ ആയിട്ടുള്ള വഴി കിട്ടുള്ളൂ. അപ്പം നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകുക, അതുപോലെ തന്നെ പുറത്തേക്കുള്ള വഴി ഉണ്ടാകുക, ഒക്കെ ഒന്നിലാണ് ഉണ്ടാകുക. അപ്പം നമ്മൾ ട്രെയിൻ ഇവിടെ നിർത്തിയത് അജ്മീറിൽ നിർത്തിയത് 5-ലായിരുന്നു. 5-ൽ നിന്നും 1-ലേക്ക് നമ്മൾ എക്സിലേറ്റർ കയറി നേരെ വന്നു. 1 എന്നുള്ള പിന്നെ ട്രാക്ക് കാണോളും പോയി 1ാമത്തെ ട്രാക്കിൽ നിന്നും നമ്മൾ നേരെ കീപ്പോട്ട് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ, എല്ലാ ഞായറാഴ്ചയും. ഇനി ഈ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ പോകാനുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങൾക്ക് എപ്പോഴാണ് ചോദിക്കുന്നത് അപ്പോൾ അജ്മീറിലേക്ക് പോകാനുള്ള ഒരു റൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇതിൽ പറയാൻ നേരമില്ല. അപ്പം അത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാ റൂട്ടും നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാ. ഇത് എല്ലാ ഞായറാഴ്ചയും മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 8 മണിക്ക് ശേഷം എടുത്ത് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ചൻ്റെ അന്ന് ഫുള്ള് യാത്ര ചെയ്ത് ചൊവ്വാഴ്ചൻ്റെ അന്ന് ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം നമ്മൾ അജ്മീറിലെത്തുന്ന റൂട്ടാണ് ഈ പറയുന്നത്. അപ്പം ഈ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ ടിക്കറ്റ് കിട്ടുന്നും ഒക്കെ. ഇതിന് സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി നിങ്ങളടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അതുപോലെയുള്ള ട്രാവൽസിലോ അല്ലെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോ നിങ്ങൾ ആധാർ കാർഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ എത്ര ആളാണെന്ന് വെച്ചാൽ അവരെ ഒപ്പിട്ട് പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടും. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1-ൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് വണ്ടീൻ്റെ ഡ്രൈവർമാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവർ അജ്മീർ നമ്മളെ വണ്ടി കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് ഇതിൽ ഏത് വണ്ടിയിലും കയറാം. ഏറ്റവും ചുരുങ്ങിയത് ആദ്യം റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കണം ആരോടായാലും. അപ്പം നമുക്കിവിടെ ഒരു സിയാറത്തുണ്ട് അജ്മീറിൽ, അത് നമ്മൾ മറക്കരുത്. കാരണം ഉപ്പാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് പിന്നെ ഉപ്പാപ്പൻ്റെ ദർഗയിലേക്ക് പഴയ കാലത്ത് വരുന്ന അന്ന് ആളുകളെ സ്വീകരിച്ചിരുന്ന ഒരു വലിയൊരു ഫക്കീറിൻ്റെ മക്കാമാണിത്. അന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇപ്പാപ്പ ഹയാത്തുള്ള സമയത്തല്ല, ഇപ്പാപ്പാൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ വന്ന സമയത്ത് സ്വീകരിച്ചതിന് ഒരു വലിയൊരു ഫക്കീറുണ്ട്. ഹസ്രത്ത് സയ്യിദ് ഹുബൈദ് അലി ഷാ റളിയല്ലാഹു തങ്ങൾ പാപ്പാൻ്റെ മക്കാമാണ്, ഫക്കീറാണ്. അവിടുത്തെ പാപ്പാൻ്റെ പിന്നെ ഹയാത്ത് കാലത്ത് ഇല്ല അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന ആളാണ്. എന്തായാലും ആ മക്കാമിൽ സിയാറത്ത് ചെയ്തു. വരുമ്പം ചെറിയ ചില്ലറക്കാശുകളൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുക, അത് ഞാൻ വേറെ പറഞ്ഞു തരാം. അവിടെ സിയാറത്തിന് ചെറുങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കുള്ള മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബ്രിഡ്ജും ഒരു ഏരിയയും കാണാം. അവിടെ കംപ്ലീറ്റ് വണ്ടികളുണ്ട്. ഈ ഓട്ടോക്ക് ഈ കോൾ ടാക്സികളുണ്ട്. ഈ ടാക്സി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ അതിൽ കയറിയാൽ 100 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ എത്ര ആളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരാൾക്ക് 50 രൂപ എന്ന രൂപത്തിലൊക്കെ ഒരു വാങ്ങിയിട്ട് പോകും. ഏതായാലും റേറ്റ് ഫസ്റ്റ് ചോദിക്കുക. അപ്പം ഒറ്റയടിക്ക് 100 രൂപ ഞാനും ഉമ്മയുണ്ട്, ഞങ്ങൾ രണ്ടാളൊരു വണ്ടി വിളിച്ചാണ്ട് 100 രൂപ തരാമെന്ന് പറഞ്ഞ് 100 രൂപയ്ക്ക് മക്കാമിലേക്ക് 4ാമത്തെ ഗേറ്റിലേക്കാണ് നമ്മൾ പോണത്. അപ്പം ഗേറ്റ് നമ്പർ മറക്കരുത്. ഗേറ്റ് നമ്പർ ഈ മുകളിൽ കണ്ട് എഴുതി കൊടുക്കേണ്ടതാണ്. ഗേറ്റ് നമ്പർ 4ലേക്കാണ് നമ്മൾ പോണത്. ഗേറ്റ് നമ്പർ 1ൻ്റെ അടുത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ കംപ്ലീറ്റ് കച്ചവടങ്ങളാണ്, കുഴപ്പമില്ല. ഏകദേശം 10ഓളം ഗേറ്റുകളുണ്ട് അവിടെ, അതൊക്കെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. അപ്പം ഗേറ്റ് നമ്പർ 4ലേക്കാണ് നമ്മൾ എടുത്തത്. അതൊരു കൂടുതൽ പിന്നെ ക്വാർട്ടേഴ്സുകളും അതായത് താമസിക്കാനുള്ള വില്ലകളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ 4ൻ്റെ അടുത്ത് നമ്മൾ വണ്ടി ഇറങ്ങി. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 4ൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റിയിട്ടില്ല, കാരണം ഒരു ഗല്ലി ഏരിയയാണ് അവർ കയറ്റും. അപ്പോൾ ആദ്യം നമ്മൾ റൂം നോക്കി. അപ്പോൾ ആ റൂം നമുക്ക് താല്പര്യപ്പെട്ടില്ല, അതിൻ്റെ പുറത്താണ് ബാത്റൂം ഉള്ളത്. അപ്പോൾ 2ാമത് റൂം കയറി. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ, റേറ്റൊക്കെ ഒരു പറയും, റൂം തുറന്ന് കാണിച്ച് തരും, എന്നിട്ട് എടുത്താൽ മതി. ഏത് റൂമിലും നമുക്ക് ഒരുപാട് റൂമുകൾ അവിടെ ഉണ്ട്, അവൈലബിൾ ആണ് ഒരുപാട്. കാണുന്നൊക്കെ ക്വാർട്ടേഴ്സ് തന്നെയാണ്, എല്ലാത്തിൻ്റെ മുന്നിൽ ഓരോരുത്തർ ഇരിക്കുന്നുണ്ടാവും. അവരെടുത്ത് ചെന്നു നേരെ ഇത് റൂമാണ്. പിന്നെ നമ്മളെ ബാർക്ക് ചെയ്യാനും ടീമുണ്ടാവും. ആര് നമ്മളെ കൊടുത്ത് വന്നാലും നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു 500 രൂപ 400 രൂപ അതിൻ്റെ ലെവലിൽ ഇങ്ങനെ ഒരു ദിവസത്തിന് കണ്ടിട്ട് റൂമിന് വരും ഈ മക്കാമിൻ്റെ അടുത്ത് വരുമ്പം. അപ്പം ഈ 4ാമത്തെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു റൂം കിട്ടി. അത്യാവശ്യം ഒരു മലബാർ ഹോട്ടലൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പം പിന്നെ നേരെ കയറി നോക്കി, റൂം കാണിച്ചു തന്നു. നല്ലൊരു ഡബിൾ ബെഡ്റൂം റൂം, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം,
പിന്നെ നമുക്ക് ആകെ ഒരു 3 ദിവസത്തിന് 3 രാത്രി ഇവിടെ ഉണ്ടാവുള്ളൂ. അതന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് പോവും. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം. എ സി ഉണ്ട് റൂമിൽ. എ സി നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പാണ് ഇവിടെ കാലാവസ്ഥ. പിന്നെ അപ്പം ഡബിൾ ബെഡ് ഇവിടെ ഇട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു റൂമിൽ 4 ആക്കോ 5 ആക്കോ വരെ നമുക്ക് താമസിക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഈ റൂമിന് ഏറെ ചെയ്യണം. നമ്മൾ 4 ആൾ നമ്മൾ വന്ന് ഈ ഒരു റൂം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ആക്കുമ്പോൾ ചെറിയ പൈസ വരുള്ളൂ. കാരണം ഒരു ദിവസത്തിന് 500 രൂപയാണ് ഒരു റൂമിന് വാങ്ങുന്നത് 3 ദിവസത്തിന്. അതായത് വെള്ളിയാഴ്ചൻ്റെ അന്ന് നമ്മൾ പെണ്ണ് പോകും. അപ്പോൾ ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയപ്പം ഒരു ഓംപ്ലേറ്റ് കട നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ചോദിച്ചു, വെളിച്ചെണ്ണയാണ് ആ ചട്ടിയിലേക്ക് ഇടുന്നത് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ സെറ്റായി പോയിട്ടുണ്ട്. കാരണം നല്ല തണുപ്പാണ് ഇവിടെ. പക്ഷേ ഈ തണുപ്പ് കുഴപ്പമില്ല. ഇതിലെ ഓവർ തണുപ്പാകുമ്പോഴാണ് പ്രശ്നം. ഇവിടുത്തെ ഓംപ്ലേറ്റ് എങ്ങനെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മളെ റൂമാണ് ആ കാണുന്നത്. നേരെ മുകളിൽ കാണുന്നത് നമ്മളെ റൂമാണ്. ആ എ സി കാണുന്നത് നമ്മളെ റൂമിൻ്റെതാണ്. അപ്പോൾ ഇതൊരു ഗല്ലിയാണ്. ഈ ഗല്ലി ഇതിന് നേരായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദർഗ 4-ാം ഗേറ്റാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ദർഗയ്ക്ക് എപ്പോഴും കയറാനും ഇറങ്ങാനും സുഖം. കൂടുതൽ ആളുകൾ കയറി ഇറങ്ങുന്നതും ഈ 4-ാം ഗേറ്റിനാണ്. അതായത് നടന്നു പോകണവർ. മറ്റുള്ള 1-ാം ഗേറ്റിൽ വരുന്നത് കൂടുതൽ കച്ചവടക്കാർ, വലിയ വലിയ ടീമുകളൊക്കെയാണ്. അവിടെ നമുക്ക് ഒന്നിനൊരു സൗകര്യം കിട്ടില്ല. ഭയങ്കര തിരക്കാണ്. ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു. അവരെ എണ്ണ നമുക്ക് പിടിക്കണില്ല. അവർ ഈ കടുകിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ സ്മെല്ലൊന്നും നമുക്ക് പിടിക്കില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഓംപ്ലേറ്റിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് പറഞ്ഞു. എണ്ണ ഒഴിക്കാതെ ഓംപ്ലേറ്റ് അടിച്ചേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, കേരള എണ്ണ വേണോ, അതായത് കോക്കനറ്റ് എണ്ണ വേണോ എന്ന് ചോദിച്ചു. എന്നാൽ കോക്കനറ്റ് എണ്ണ ഉണ്ടെങ്കിൽ എടുത്തു പറഞ്ഞു. അപ്പോഴാണ് ഓൻ ആ വെളിച്ചെണ്ണ എടുത്തത്. ഇവിടുത്തെ ഓംപ്ലേറ്റിന് 50 രൂപയാണ് നമ്മളോട് വാങ്ങുന്നത്. നമ്മൾ ഡബിൾ പിന്നെ ഓംപ്ലേറ്റിന്. അതെങ്ങനെ ഓംപ്ലേറ്റ് വെച്ചാൽ 4 ബ്രെഡും ഉണ്ടാകും. അതുപോലെ തന്നെ അതിലേക്ക് 2 മുട്ട ഇട്ടിട്ടാണ് ഒരു ഓംപ്ലേറ്റ് അടിക്കുന്നത്. അത്യാവശ്യം നമ്മളെ വയറ് നിറയാനുള്ള ഫുഡ് അതുണ്ട്. 50 രൂപയാണ് വാങ്ങുന്നത്. 2 എണ്ണം ഞാൻ വാങ്ങി. ഞാൻ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് റൂമിന് ഭക്ഷണം പരിപാടി നിസ്കാരമൊക്കെ കഴിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ദർഗയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് 4-ാമത്തെ ഗേറ്റ്. 4-ാം ഗേറ്റാണ്. ഇതിന് നേരെ അങ്ങോട്ട് പോയാൽ റൂട്ട് ഞാൻ പിന്നീട് പറഞ്ഞു. ആ റൂട്ടിനാണ് നമ്മൾ നേരെ താരാഗഡ് പിന്നെ മലയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ നടന്നു പോകേണ്ട റൂട്ട് അതാണ്. അതൊക്കെ ഞാൻ വേറെ പറഞ്ഞു തരാം. ഏകദേശം നമ്മൾ 4-ാമത്തെ ഗേറ്റിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിലൂടെ നമ്മൾ നേരെ ദർഗയിലേക്ക് കയറി. ഇതൊന്നും നമ്മളിങ്ങനെ പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്നാൽ ഓട്ടോമാറ്റിക് കഴിയുന്ന കാര്യങ്ങളാണ്. ദർഗയിൽ ഇറങ്ങി ഒരു വണ്ടി ഇറക്കിയിട്ടാൽ നേരെ നമുക്ക് റൂം കിട്ടും. ആ റൂമിൽ ഏതെങ്കിലും റൂമിൽ നമ്മൾ കയറിയിട്ട് ചോദിക്കുക, ആരോട് ചോദിക്കുക. ഒരു പരിധി വിട്ട റേറ്റിന് ആരോട് ഉറപ്പിക്കേണ്ട. ഒക്കെ ഡയറക്റ്റ് പറഞ്ഞു ഉറപ്പിക്കണം. ഒരു ദിവസം ഭാഷ ഒന്നും വല്ലാതെ അറിയണ്ട. അതൊക്കെ കുറേ കോലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ദർഗയിൽ കയറി. ഇനി ബാക്കിയുള്ള വിശദീകരണം തുടർന്ന് ഞാൻ തരണ്ട്. ദർഗയിൽ നേരെ വന്നു. ഷാജഹാൻ പള്ളിയിലേക്ക് കയറി. അവിടെ ഇങ്ങനെ അടിച്ചേരിക്കൊണ്ടിരിക്കേണ്ട ഒരാൾ. ഈ തൂത്തുവാരുന്ന ആൾ ഉപയോഗിക്കുന്ന ഈ ചൂല്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ചൂല്, ഈ ചൂല് പിന്നെ അജ്മീർ ആ ഭാഗത്ത് രാജസ്ഥാനിലൊക്കെ ഉള്ള ഒരു തരം പുല്ലാണ്. വലിയ ഒരു ഉയരമുള്ള പുല്ലാണ്. ഇതിൻ്റെ ആ തണ്ടെടുത്തിട്ടാണ് അവിടെ ചൂലുണ്ടാക്കിയത്. അപ്പം അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല കവാലി കേൾക്കുന്നുണ്ട്. ഇതിവിടെ അജ്മീറിൽ വർഷങ്ങളോളമായിട്ട് നടക്കണം. അതായത് ഉപ്പാപ്പ ഹയാത്തുള്ള സമയത്തെ നടക്കുന്ന ഒരു കവാലിയാണ്. അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കി നിങ്ങൾ. ഈ കവാലി കേട്ടിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതും നമ്മൾ കേൾക്കണമല്ലോ. അപ്പോൾ കവാലി നിങ്ങൾ കേട്ടില്ലേ? ഇത് അജ്മീറിലെ ഒരു കൾച്ചറാണ്. അത് ആദ്യമേ ഉള്ളതാണ്. അതിനോട് നമ്മൾ വെറുപ്പ് കരുതേണ്ട. അത് ഉപ്പാപ്പാൻ്റെ മദ്ഹുകൾ അവർ പാടി പറയുകയാണ്. അതിങ്ങനെ ആളുകൾ മാറി മാറി പാടിക്കൊണ്ടിരിക്കും. അതവിടെ ഉപ്പാപ്പ ഹയാത്തുള്ള സമയത്തെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കാങ്കാഹാണ്. അതായത് ഈ സ്ഥലം അജ്മീർ ഉപ്പാപ്പ ഈ ദർഗ നിൽക്കുന്ന സ്ഥലം ഉപ്പാപ്പ ഇന്ത്യയിൽ വന്ന ഉടനെ ഇൽമ് പ്രചരിപ്പിക്കുവാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു കാങ്കാഹ് ഉണ്ടായിരുന്നു. കാങ്കാഹ് പറഞ്ഞാൽ അവിടുത്തെ ഒരു കേന്ദ്രം. ആ കേന്ദ്രമാണ് പിന്നീട് പിന്നെ മക്കാമായിട്ട് അവിടെ വന്നത്. അല്ലാതെ അവിടെ മറ്റുള്ള മതത്തര ഒരു പരിപാടികളൊന്നുമില്ല. അവിടെ അങ്ങനത്തെ ഒരു കാലി സ്ഥലത്ത് ഉപ്പാപ്പ ഒരു കാങ്കാഹ് ഉണ്ടാക്കി. ആ കാങ്കാഹിൽ പിന്നെ ഉപ്പാപ്പ വരും. അവിടെ ദീനി പ്രചരണം നടത്തും. അങ്ങനെ ഇരിക്കെ ഉപ്പാപ്പാൻ്റെ വഫാത്ത് ശേഷം അവിടെ തന്നെയാണ് ഉപ്പാപ്പനെ മറവ് ചെയ്തത്. അതാണ് ഈ കാങ്കാഹ്. അപ്പം ഈ കാങ്കാഹിൽ അന്നേ ഉണ്ടായിരുന്ന ഈ കവാലിയാണിത്. ഉപ്പാപ്പാൻ്റെ മക്കാമാണ് ഇപ്പം നിങ്ങളാ കാണുന്നതൊക്കെ. ഈ കവാലി ചെല്ലുന്നതിന് നേരെ മുന്നിന് ഉള്ളിലേത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് വല്ലാത്തൊരു വിഷമമായിട്ട് മനസ്സിന് തോന്നുക. കാരണം അവിടുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു നമ്മൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുറത്തുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഉപ്പാപ്പൻ്റെ ദർഗൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീഡിയോ കൊണ്ട് പോയിട്ടില്ല. ദർഗയിൽ നിങ്ങൾ കയറുക. മഗ്‌രിബിൻ്റെ ശേഷം പല സമയത്തും ദർഗ
ദർഗയിൽ നിങ്ങൾക്ക് കയറാം. കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ ക്യാഷിന് വേണ്ടിയിട്ടുള്ള പൊറുതിയേടുകൾ കുറേ കാണിക്കും. അതൊക്കെ അവർ ആ ഫാമിലിൻ്റെ ഒരു ലെവലാണ്. അപ്പോൾ ഇത് അവിടെ ഞാൻ പിന്നീട് വിശദീകരിച്ച് തരാം. ഇവിടെ പുറത്തിറങ്ങി ദർഗേന് സിയാറത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ കാണാം. ഇത് ഏകദേശം ഫരീദൗലിപ്പാപ്പാൻ്റെ ചില്ല, അതായത് പിന്നെ ശക്രഗഞ്ചി തങ്ങളുപ്പാപ്പ ഇവിടുത്തെ ഈ മഹാൻ്റെ ഇബാദത്ത് ചെയ്ത സ്ഥലമാണത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അജ്മീർ ഉപ്പാപ്പാൻ്റെ ഭാര്യമാർ, അവിടുത്തെ ഭാര്യമാരെ മക്ബറ ഇതിൻ്റെ ഉള്ളിലാണ്. അതായത് നമ്മളെ ഉമ്മമാരെ മക്ബറ അതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അജ്മീർ ഉപ്പാപ്പൻ്റെ ഉമ്മല്ല, നമ്മളെ ഉമ്മമാർ അജ്മീർ ഉപ്പാപ്പാൻ്റെ ഭാര്യമാർ കേട്ടോ. അവിടുത്തെ ഭാര്യമാരൊക്കെ മക്ബറ അതിൻ്റെ ഉള്ളിലുള്ളത്. മറ്റത് പിന്നെ ഫരീദൗലി പാപ്പാൻ്റെ ചില്ല അതിൻ്റെ അടിയിലാണ്. പിന്നെ അത് ഒരു ഗുഹയാണ്. അവിടെ ഒരുപാട് കാലം അദ്ദേഹം ഈ സിയാറത്തിൽ നിന്നിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട്, അതായത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്പ് കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷാജഹാൻ മസ്ജിദിന്, അത് അവിടെ കയറി ആദ്യം കാണുന്നത് ഷാജഹാൻ മസ്ജിദാണ് കാണുക. ഷാജഹാൻ മസ്ജിദിൽ നിന്നും വലത്ത് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടുന്നത്, ഇടത്ത് സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാലും ഭക്ഷണം കിട്ടുന്നതന്നെ. ഈ ഇടത്ത് ഭാഗത്താണ് ഈ അജ്മീർ ചെമ്പും ഇതൊക്കെ ഉള്ളത്. ഈ അജ്മീർ ചെമ്പ് അക്ബർ ചക്രവർത്തി ആണ് ഈ ചെമ്പ്, വലിയ ചെമ്പ് കൊടുത്തത്. അത് ചിറ്റൂർ എന്നൊരു സ്ഥലത്ത് യുദ്ധത്തിന് പോകുമ്പം അത് വിജയിച്ചാൽ ഞാനൊരു ചെമ്പ് കൊടുക്കുമെന്ന് പറയുകയും അങ്ങനെ അത് വിജയിച്ച് 974 അജ്മീർ ഈ ചെമ്പ് ആര് സ്ഥാപിക്കുന്നത്, അക്ബർ ചക്രവർത്തി സ്ഥാപിക്കുന്നത്. അവിടുന്ന് ചിറ്റൂർ യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് 14 തവണയോളം അക്ബർ ചക്രവർത്തി ഈ ഡൽഹിയിൽ നിന്നും മറ്റും കാൽനടയായിട്ടും മറ്റു മാർഗത്തിലൂടെയും അജ്മീർ വന്നിട്ടുണ്ട്. ആദ്യം അജ്മീർ വന്നത് അജ്മീർ ദർഗ പൊളിക്കാൻ വന്നതാണ്. അതൊരു നീണ്ട കഥയാണ്. അജ്മീർ വന്ന് എല്ലാ ദർഗയിലും പോയി സലാം പറയുക, സലാം അടക്കാത്ത ദർഗ പൊളിച്ച് കളയുക എന്നായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ ഒരു റൂട്ട്. അത് ഞാൻ വിശദീകരിച്ച് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അജ്മീറിലെ ചെമ്പ്. ഇതിൽ ഓരോരുത്തർ അവരുടെ മുറാദുകൾക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കിയ സമ്പത്തുകൾ ഇതിൽ കൊണ്ടുവന്ന് ഇടും. കണ്ടില്ലേ, നല്ല ഗോൾഡിൻ്റെ ചെയിനൊക്കെ തൂങ്ങണ്. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അതിങ്ങനെ ഈ മഹരിബിൻ്റെ ശേഷം ഇതിൽ കംപ്ലീറ്റ് ഇതൊക്കെ അത് വൃത്തിയാക്കി, ഇഷാൻ്റെ ശേഷത്തോടു കൂടി ഇവരൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിൽ കഞ്ഞിണ്ടാക്കും. അതായത് ലങ്കറിൻ്റെ പരിപാടി. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ അതിലെ സ്ഥിതി. ഇത് ചെറിയ ചെമ്പും അപ്പുറത്ത് വലിയ ചെമ്പ്, 2 ചെമ്പാണ് ഇവിടെ ഉള്ളത്. ഇതിന് നേരെ ഇടത്തും വലത്തായിട്ട് 2 ചെമ്പുണ്ട്. അതിലെ ചെറിയ ചെമ്പ് കൊടുത്തത് അക്ബർ ചക്രവർത്തിയുടെ മകന് ജഹാംഗീർ ചക്രവർത്തിയാണ് കൊടുത്തത്. അത് 1022 അതായത് 974 അക്ബർ ചക്രവർത്തി ചെമ്പ് കൊടുത്തു. 1022 അവിടുത്തെ മകന് ജഹാംഗീർ തങ്ങൾ പാപ്പയും പിന്നെ എന്ത് ചെയ്ത് ജഹാംഗീർ പാപ്പയും ഒരു രാജാവ്, അവിടുത്തെ രാജാവ് ഈ ഒരു ചെമ്പ് കൊടുത്തു. ആ മുകളിൽ കാണുന്നത് പിന്നെ മുഹിയുദ്ദീൻ ഹൗസുൽ തങ്ങൾ പാപ്പാൻ്റെ പേരക്കുട്ടിയുടെ മക്കാമ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു മക്കാമാണ്. ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചില്ല, മലൻ്റെ മുകളിൽ. അങ്ങനെ പല മഹാമാര മക്ബർ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ പിന്നെ ഈ കാണുന്നത് ആ ഒരു ഇത് ഒരു മസ്ജിദാണ്, അക്ബർ മസ്ജിദിൻ്റെ ഭാഗമാണ്, അക്ബർ പള്ളിൻ്റെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് വലിയൊരു തടാകം, അതായത് തടാകമല്ല, ഒരു കെട്ടിയുണ്ടാക്കിയ ഒരു കനാൽ, ഒരു വെള്ളത്തിൻ്റെ ടാങ്ക്, ഹൗല്, അത് കാണാം. ഒളു എടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൊടുത്തത് ഒരു ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഇത് കൊടുത്തത്. ഇവരിത് കൊടുത്തത് പിന്നെ ബ്രിട്ടീഷ് ഇവിടെ എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ വരാത്ത ഒരാളുകൾ ഇന്ത്യയിൽ 800 വർഷത്തിലധികമായി ഈ മക്കാമിന് ഇവിടെ, അതായത് പാപ്പാൻ്റെ മക്കാമ് വന്നിട്ട് 800 വർഷം കഴിഞ്ഞു. ഈ 800 വർഷത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്ന എല്ലാ രാജാക്കന്മാരും, ഇന്ത്യ ഭരിച്ച എല്ലാ രാജാക്കന്മാരും എവിടെ വന്നിട്ടുണ്ട്, ദർഗയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവിടെ ഉണ്ട്. അവിടെ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ അവിടെ കൊടുത്തതും നമുക്ക് കാണാൻ കഴിയും. അതായത് പിന്നെ ഈ ഹൗല് കൊടുത്തത് ഇന്ത്യ ഭരിച്ചിരുന്ന എലിസബത്ത് രാജ്ഞി 1911 ഇവിടെ അജ്മീർ സന്ദർശിക്കാൻ വന്നപ്പോൾ കൊടുത്തതാണ് ആ ഹൗലിൻ്റെ പരിപാടികളൊക്കെ. ഇവിടെ നേരെ മെയിൻ ഗേറ്റിൻ്റെ 1ാം ഗേറ്റിൻ്റെ അവിടേക്ക് ഇറങ്ങുന്ന ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ നമ്മൾ ഇടത് സൈഡിലേക്ക് ഒരു സ്റ്റെപ്പ് കാണാം. ഈ സ്റ്റെപ്പ് നേരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ബർ ചക്രവർത്തിൻ്റെ മസ്ജിദ്, അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ഈ പള്ളി, മനസ്സിലായില്ലേ? അത് ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അങ്ങേപ്പുറത്തുള്ളത് മാർബിളും പരിപാടിയൊക്കെ ആയിട്ട് വേറെ. അതേതായാലും ഈ പള്ളി ഒരു രാജാവ് ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതുപോലെ പല രാജാക്കന്മാരുണ്ടാക്കിയ പല പള്ളികളും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നേരെ എത്തിയ സമയത്ത് നമ്മൾ ചെമ്പിന് തീ കൊടുത്തതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ചെമ്പ്
അടിയിൽ തീ കൊടുത്തു വലിയ ചെമ്പിന്, കണ്ടില്ലേ? ഏകദേശം ഇഷാവിൻ്റെ സമയം കഴിഞ്ഞ് ഒരു 10 മണിയോട് അടുത്തുണ്ട് രാത്രി. ആ സമയത്താണ് ഈ പരിപാടികൾ നടക്കുന്നത്. അപ്പം ചെമ്പിന് തീ കൊടുത്തു. ആ വിറക് ഇനി വെക്കുള്ളൂ, ഇനി വേറെ വിറക് വെക്കൂല. അതേ സമയത്ത് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെമ്പിൽ അവർ വെള്ളം നിറക്കുന്ന രൂപങ്ങളും അതിലാദ്യം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവരെടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച്, എന്നിട്ട് ഈ ചെമ്പിൽ കഞ്ഞിണ്ടാക്കുകയാണ്. ഇതിലേക്ക് മഞ്ഞപ്പൊടി കലക്കിയിട്ടാണ് ആദ്യം ഈ വെള്ളം അടിച്ചിട്ട് മഞ്ഞപ്പൊടി കലക്കിയിട്ടാണ് ചെമ്പിൽ ഫസ്റ്റ് കഞ്ഞിൻ്റെ പരിപാടി അവർ തുടങ്ങുന്നത്. ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവർ അരി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, പരിപ്പ്, പയറ്, കാരക്ക, നെയ്യ്, മുന്തിരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് പുറമെ നമ്മളെ നാളികേരം, തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും സുബൈക്ക് ശേഷം ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അവർ വിതരണം ചെയ്യും. നമ്മളിപ്പോൾ കണ്ടല്ലോ പാത്രം, അവിടെ വിതരണം ചെയ്യും. അത് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ചെറിയൊരു പാത്രത്തിൽ അവിടെ നിന്ന് തന്നെ കഴിക്കലാണ് ഉത്തമം. ഉറയിലാക്കി ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് വരും. അപ്പോൾ ചെറിയ ഒരു പാത്രം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ മറ്റോ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഒരു ചെറിയൊരു കവറോ ബാഗോ ഉണ്ടെങ്കിൽ, സ്ത്രീകൾക്കൊക്കെ അവരെ ബാഗിലിട്ട് കൊണ്ടിടക്കാം. അതുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള സ്ഥലങ്ങൾ ഇനിയും ഞാനിവിടെ കാണിച്ചു തരാം. നല്ല മന്തി കിട്ടുന്ന സ്ഥലം. അങ്ങനെ തിരിച്ച് നമ്മൾ ഷാജഹാൻ പള്ളിയിലേക്ക് തന്നെ വന്നു. ഇതാണ് മക്കാമിൻ്റെ മുന്നിലുള്ള ഷാജഹാൻ പള്ളി. ഈ ഷാജഹാൻ പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് എവിടെയാണ് എന്ന് ആദ്യമായിട്ട് പോകണമല്ലോ. പക്ഷേ അത് മക്കാമിൻ്റെ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് അത് മറക്കാൻ കഴിയില്ല. എല്ലാവരും അത് കാണാത്ത ആരും മക്കാമിൽ വരില്ല. മക്കാമിൽ കയറിയാൽ ആദ്യം തന്നെ കാണുന്നത് ഷാജഹാൻ പള്ളിയാണ്. ഈ മാർബിളിട്ട മുറ്റം. ഇവിടെ നിസ്കാരത്തിൻ്റെ അല്ലാത്ത സമയത്ത് എല്ലാവർക്കും വരാൻ പറ്റും. സ്ത്രീകൾക്കൊക്കെ വന്നിരിക്കാം, ഈ ഭാഗത്ത് ചെയ്യാനുള്ളവർക്കൊക്കെ ഇരുന്നിരിക്കാം. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ സമയത്ത് സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കും. അതാണ് ഇവിടുത്തെ ഒരു ശിഷ്ടം. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം, ഓള് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഷാജഹാൻ പള്ളീൻ്റെ ഭാഗത്ത് ഷാജഹാൻ പള്ളിയിൽ നിന്നും ദർഗയിലേക്ക് തിരിഞ്ഞിരിക്കുമ്പം വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓള് കൊടുക്കാനുള്ള സൗകര്യം, അവിടെ ഒരു പള്ളിയും സൗകര്യമൊക്കെ വേറെയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ മലബാർ ഹൗസിൻ്റെ കുറച്ച് അങ്ങേപ്പുറത്ത് മലബാർ ഹൗസ് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം. അതിൻ്റെ അടുത്താണ് നമ്മളെ പിന്നെ മണ്ണാർക്കാട് അമ്പംകുന്ന് വീരാനൗലിപ്പാപ്പ നമുക്കും വേണ്ടിയിട്ട് പണിതൊരു ചെറിയൊരു പള്ളിൻ്റെ അവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള റാഹത്തുള്ള സ്ഥലമുണ്ട്. അതൊക്കെ ഞാൻ ഇതിലിങ്ങനെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ കാണാം. ഏകദേശം അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മക്കാമിൻ്റെ മുന്നിലേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മൾ കവാലി കേട്ടില്ലേ മക്കാമിൻ്റെ മുന്നിൽ, ആ കവാലി കേട്ടതിൻ്റെ നേരെ ബാക്കിലേക്ക് ഇങ്ങനെ 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? പിന്നെ 2 മക്കാമുകൾ, വലിയ 2 മക്കാമുകൾ കാണാം. ഒന്ന് പിന്നെ അവിടുത്തെ മകന് അജ്മീർ പാപ്പയുടെ ചെറിയ മകൻ്റെ മക്ബറയാണ് ഒന്ന്. അത് വലിയ മഹാന്മാർ തന്നെയാണ് ഒക്കെ എല്ലാവരും. ആരും പിന്നെ നമ്മളെന്ത് ചെയ്യരുത്, ഈ മുന്നിലെ മക്കാമിൻ്റെ അതേപോലത്തെ, അതായത് ഏർവാടി പാപ്പാൻ്റെ മക്കാമിൻ്റെ അതേപോലത്തെ മക്കാമിൻ്റെ കുബ്ബ 2 എണ്ണം അവിടെ ബാക്കിൽ നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. അത് അവിടുത്തെ മകനാണ്, പിന്നെ ഏറ്റവും ചെറിയ മകനും. അതിട്ട് കയറി കഴിഞ്ഞാൽ അജ്മീർ പാപ്പയുടെ ഏറ്റവും ചെറിയ മകന് ലിയാഹുദ്ദീൻ അബൂ സഹീദ് റളിയല്ലാഹു തങ്ങൾ പാപ്പാൻ്റെ മക്കാമും അവിടുത്തെ അളിയന് ഹിസാമുദ്ദീൻ റളിയല്ലാഹു തങ്ങൾ പാപ്പാൻ്റെ മക്കാമുമാണ് അവിടെയുള്ള 2 മക്കാമുകൾ. അതിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാം. ഇതിലേക്ക് നമുക്ക് നേരെ ഷാജഹാൻ പള്ളിൻ്റെ സൈഡിലൂടെയുള്ള വൈക്കും ആ ഒളു എടുക്കുന്ന ഹൗലുംബരൻ്റെ ഐലാൻഡ് കടന്നാലും ഇവിടെ എത്താം. കണ്ടില്ല, ഇത് ഹൗലാണ്. ഇതിൻ്റെ നേരെ ബാക്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഭക്ഷണത്തിന് ആളുകൾ വരി നിൽക്കുന്നത് കാണാം. മഗ്‌രിബിൻ്റെ ശേഷം നല്ല സൂപ്പർ മന്തിയാണ് കേട്ടോ, അടിപൊളി മന്തി. ഇത് നമ്മൾ കവറും കൊണ്ട് വന്നിട്ട് വാങ്ങുന്നതിലും നല്ലത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്ലേറ്റ്, അവിടെ പ്ലേറ്റ് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ഹദിയ വാങ്ങിയാണ്ട് പ്ലേറ്റ് വിൽക്കുന്നുണ്ട്. ഇവിടെ അതിങ്ങനെ ഉണ്ടല്ലേ, ഈ മുകളിൽ ഈ ചെമ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിളമ്പുകയാണ്. ഇശാ നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ഈ സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അജ്മീർ എന്നാൽ ഇനി വേറൊരു ഭക്ഷണം നമുക്ക് കഴിച്ചാൻ കഴിഞ്ഞില്ലെങ്കിലും 1 രൂപ ചിലവില്ലാതെ നമുക്ക് ഈ ഭക്ഷണം വാങ്ങിയിട്ട് മഗ്‌രിബിൻ്റെ സമയത്തിൻ്റെ ശേഷം ഇശാവിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഈ ഭക്ഷണം അവിടെ ഉണ്ടാവും. അത് ഫ്രീ ആണ്. പ്ലേറ്റ് കാണിച്ചു കൊടുത്താൽ മതി, അവിടുന്ന് ആ ഭക്ഷണം വാങ്ങി കഴിക്കാം. അത് നമുക്ക് നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കൊടുക്കുന്നത്. ഇത് എല്ലാ ദിവസവും എല്ലാവർക്കും ഉപയോഗിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഷാജഹാൻ പള്ളിൻ്റെ മുന്നിലെത്തിയപ്പം അതിൻ്റെ അടുത്ത് തന്നെ അജ്മീറിൻ്റെ അടുത്ത് തന്നെയുള്ള മുഹൈനിയ എന്ന സ്ഥാപനത്തിലെ കുട്ടികളെ മൗലൂദ് കേട്ടു.
അപ്പോൾ മൗലൂദൊക്കെ കേട്ടു. ഇൻഷാ അള്ളാ നമ്മൾ വന്നിട്ട് 3 ദിവസമായി. ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ രാവിലെ 10 മണിക്ക് നമുക്ക് ട്രെയിനാണ് വെള്ളിയാഴ്ചൻ്റെ അന്ന് രാവിലെ. അപ്പം ഇനി ഇവിടുന്ന് സെർവാറിൽ പോയത് എങ്ങനെയെന്നും അതുപോലെ തന്നെ താരാഗഡ് പോയത് എങ്ങനെയെന്നും അതുപോലെ തന്നെ ചൊവ്വാഴ്ചൻ്റെ അന്ന് നമ്മളിവിടെ എത്തി ബുധനാഴ്ചൻ്റെ അന്ന് സെർവാർ പോയ വീഡിയോ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ താരാഗഡ് പോയത് വ്യാഴാഴ്ച പോയി വന്നതൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ തുടർച്ച വിട്ടുതരാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അവിടുത്തെ ഉമ്മമാർ അതായത് ഭാര്യമാരെ മക്കാമ് അവിടെ പോയി നമ്മൾ യാത്ര പറഞ്ഞു. ഇനി ഇവിടുന്ന് യാത്ര പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് യാത്ര പറയേണ്ടതും നമ്മൾ വന്ന് ചെല്ലുമ്പോഴും നമ്മൾ ആദ്യം ചെല്ലേണ്ടതുമായ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ജന്നത്തുൽ ബാബ് എന്ന് പറയുന്നൊരു ഗേറ്റ്, അതാണ് ബാബു ജന്ന. ഈ ഗേറ്റ് ഇത് കൊല്ലത്തിലൊരു പ്രാവശ്യമേ തുറക്കുള്ളൂ. റജബ് 6-നാണ് ഇത് തുറക്കുക, ആണ്ടിൻ്റെ സമയത്ത്. അതൊരു ദിവസം തുറക്കും, അന്ന് തന്നെ അടക്കും ചെയ്യും. ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ഗേറ്റാണത്. അവിടെ നിന്നാണ് ഒരുപാട് ആളുകൾ അവിടെ വന്ന് പരാതി പറയലും മുറാദ് ഹാസിലായി കിട്ടലൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ ആ ഗേറ്റിൽ നമ്മൾ വന്ന് സലാം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് എങ്ങനെ പോവും എന്നുള്ളത് വെള്ളിയാഴ്ചൻ്റെ അന്ന് രാവിലെയാണ് നമുക്ക് ട്രെയിന് 10 മണിക്ക്. നമ്മൾ ചൊവ്വാഴ്ചൻ്റെ അന്ന് വന്നതാണ്. ഇവിടുന്ന് നേരെ റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ എന്ത് സാധനം വാങ്ങാണ്ടെങ്കിലും ഇവിടെ വാങ്ങാം. എത്രയും വില കുറച്ച് നല്ല എത്രത്തോളം നമ്മൾ ബാർഗെയിൻ ചെയ്യണോ അത്രത്തോളം കിട്ടും. പിന്നെ ഒരുപാട് സാധനം വാങ്ങിയാൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഇൻഷാ അള്ളാ അതൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പോകാനും വേണ്ടിയിട്ട് ഇറങ്ങി നോക്കിയപ്പം രാവിലെ ഏകദേശം 8:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി 9 മണിയാകുമ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിൽ എത്താം എന്നുദ്ദേശിച്ചിട്ട് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചൻ്റെ അന്നും രാവിലെ 10 മണിക്ക് 10:15 അജ്മീർ ജംഗ്ഷനിൽ നിന്നും മംഗലാപുരത്തേക്ക്, അതായത് കോഴിക്കോട് വഴി മംഗലാപുരമല്ല എറണാകുളത്തേക്ക് ഈ ട്രെയിൻ പോകുന്നത്. മംഗലാപുരം ജംഗ്ഷൻ വഴി കോഴിക്കോട്, അത് കഴിഞ്ഞ് നേരെ തിരൂർ. നമ്മളെ കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് കുറവ്, പൊതുവേ ഈ ട്രെയിൻ സ്റ്റോപ്പ് കുറവാണ്. അതായത് കേരളം കടന്ന മംഗലാപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ്, കണ്ണൂർ, അത് കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞ് വെച്ചാൽ തിരൂർ, ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ, പിന്നെ കഴിഞ്ഞാൽ എറണാകുളം. ഇതേ ഇനി സ്റ്റോപ്പുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, അന്വേഷിക്കുക. ഞാൻ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു തരട്ടെ. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ 100 രൂപ കൊടുത്തു നമ്മൾ ഓട്ടോയ്ക്ക്. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന്, അപ്പോൾ മുൻകൂട്ടി നമ്മളൊരു ടിക്കറ്റും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അജ്മീറിൽ നിന്നും നേരെ ഡയറക്റ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ സമയത്ത് 550 രൂപ ചോദിച്ചു. 550 രൂപ കൊടുത്തു. ടിക്കറ്റ് എടുത്ത ഉടനെ എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വരാമെന്ന് അവിടുന്ന് തന്നെ ചോദിച്ചു, ടിക്കറ്റ് എടുത്തോടത്തിന് തന്നെ. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ 5 പോയിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ പ്ലാറ്റ്ഫോം 5 യാത്രയാണ്. അപ്പോൾ ഒരാൾക്ക് 550 റുപ്യ ടിക്കറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അതുപോലെ തന്നെ 550 റുപ്യ ഇങ്ങോട്ടും കൊടുക്കണം. അങ്ങനെ 550 രൂപയ്ക്ക് ജനറൽ ടിക്കറ്റാണ് എടുത്തത്. ഇത് നമുക്ക് ഈ ട്രെയിൻ ഓടുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് അപ്പം തന്നെ പോയാൽ കിട്ടും. ഞങ്ങൾ 9 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി. 10:15 നമ്മളെ ട്രെയിൻ ഉള്ളത്. അപ്പം പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ 5 ഞങ്ങൾ എത്തിച്ചു. ഉണ്ടല്ലേ, 5ആണിത്. ഇനി നമ്മൾ ജനറൽ കോച്ച് എവിടെ വരിക എന്നുള്ളത് നമ്മളിവിടെ ഇങ്ങനെ മേലെ S2 S1 ഇങ്ങനെ ബോർഡ് കാണുന്നുണ്ട്. അതിൽ ജനറൽ എഴുതി കൊടുത്ത് പോയിട്ട് നിൽക്കുക. അപ്പം ബാക്കിൽ 2 മുന്നിൽ 2 ഒരു ട്രെയിനിന് ജനറൽ കോച്ച് ഉണ്ടാകുക. കഴിയുന്നതും മുൻഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ നമുക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കുക. S1 കഴിഞ്ഞാൽ പിന്നെ ജനറലാണ് ഉണ്ടാകുക. അപ്പോൾ S1ൻ്റെ എടുത്താണ് നമ്മൾ ഇന്ന് വന്ന് പെട്ടത്. അപ്പോൾ ജനറലിൻ്റെ ആ ബോർഡ് തൂങ്ങിനടുത്ത് നോക്കി. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത് ആ കച്ചവടം നടക്കുന്ന കടക്കാരുണ്ട്, ഓരോട് മരുസാഗർ എക്സ്പ്രസ് എവിടെ വരിക, ഇവിടെ തന്നെ അല്ലേ, അതിൻ്റെ ജനറൽ എവിടെ വരിക എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഏകദേശം 10:15 നമ്മളെ ട്രെയിൻ വന്നു. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനൊരു 10-15 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റിങ്ങിൻ്റെ 10:15 ഏകദേശം 10 മണിയോടുകൂടി ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിൻ കയറണം. എല്ലാവരും നല്ല ആഗ്രഹത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്തതുണ്ട്. എങ്കിലും നമ്മൾ ട്രെയിനിൽ കയറി റാഹത്തായി അൽഹംദുലില്ലാ നല്ല സീറ്റ് സൗകര്യം നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾ ആ മൂലയിൽ ഇരുന്നു. അപ്പോൾ പിന്നെ ഇനി മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങളും ട്രെയിൻ ഫുള്ള് കാലിയാട്ടോ. അപ്പോൾ ഈ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് കിട്ടും. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാ പ്ലാറ്റ്ഫോമിലും ആളുണ്ട്, എല്ലാത്തിലും കാലിയുണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇൻഷാ അള്ളാ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തുടർന്നപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടു. ഒരു 12 വയസ്സായ ഒരു ചെക്കനാണിത്. അവർ ഇവർ മാങ്കാവ ഭാഗത്തുള്ള ടീമാണ്. ഒരു തങ്ങളും കുറച്ച് ആളുകളുണ്ട്. അവർ ഈ കുട്ടിക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ കുട്ടി അജ്മീറിൽ നിന്നും ജയ്പൂരിലേക്ക് കയറിയതാണ്. ഇത് തിരിച്ചങ്ങനെ അങ്ങോട്ടും പോകും. നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ നല്ലൊരു പയ്യൻ. അവനെ കൊണ്ടുവന്ന് പോയിട്ടൊക്കെ ചെയ്യാം. സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല. സൽമാനിനാണ് പേരെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. ഏതായാലും നല്ല പയ്യൻ. അത് പോട്ടെ.
പിന്നെ ഏതായാലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ബാക്കി രൂപങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് ലാസ്റ്റ് പറഞ്ഞു തരാം. അത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോക്കി. നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പരിപാടിയൊക്കെ ട്രെയിനിലും കിട്ടും. മറ്റ് തിരിച്ചു പോരുമ്പോഴുള്ള ചെറിയൊരു ഭക്ഷണ ചിലവുണ്ടാവും. എന്തായാലും ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 റുപ്യൻ്റെ ചിലവുകൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 1100 രൂപ ടിക്കറ്റ് വരും. അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ഭക്ഷണത്തിന് അങ്ങോട്ട് വല്ലാതെ ഭക്ഷണം വരില്ല, ഇങ്ങോട്ടും പിന്നെ അവിടെ നിൽക്കുന്ന ചിലവ് എല്ലാം പാടെ ഒരു ദിവസം ഒരു 100 റുപ്യ 200 റുപ്യ നമ്മളെ ഭക്ഷണത്തിന് അവിടെ വരും ചിലവ്. അങ്ങനെ 3 ദിവസം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും നാട്ടിലെത്തുമ്പോഴത്തേനും 3 റുപ്യ 3.5 റുപ്യൻ്റെ ചിലവ് നമുക്ക് വരും. 2 ആൾ പോവുകയാണെങ്കിൽ ഒരു 3000 റുപ്യ ടു 6000 റുപ്യൻ്റെ മൊത്തം ചിലവ് വരും റൂമടക്കം. ഇനി നിങ്ങൾക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 950 രൂപയാണ് ടിക്കറ്റ്. ഇത് നിങ്ങളടുത്തുള്ള തൊട്ട് അടുത്തുള്ള ഒരു പിന്നെ അക്ഷയ സെൻറ്ററിലോ അതല്ല വല്ല ട്രാവൽസിലോ പോയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോടോ അവിടെ പോയി വെച്ചാൽ അവരെല്ലാ ദിവസവും രാവിലെ ടിക്കറ്റ് കൺഫേം ചെയ്ത് തരും. അതിന് നിങ്ങൾക്ക് 950 റുപ്യക്ക് നിങ്ങൾ കരുതുക. പിന്നെ എപ്പോഴും നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു ആധാർ കാർഡ് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കരുതി വെക്കുക കയ്യിൽ. അത് നിർബന്ധമാണ് കേട്ടോ. അത് യാത്രയിലും ആധാർ കാർഡോ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു കാർഡ് നമ്മൾ കരുതി വെക്കുക. അത് നല്ലതാണ്. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ടിക്കറ്റ് എടുക്കുന്ന സമയത്തോ മറ്റൊക്കെ ആവശ്യം ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇനി ഇൻഷാല്ലാ ലാസ്റ്റ് എന്തൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിന് നല്ല ചന മസാല ഈ സാധനം 20 റുപ്യ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്. കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാൻ നല്ല ചെറിയ ചടപ്പോടുകൂടി വാങ്ങിയതാണെങ്കിലും പ്ലേറ്റ് കാലിയായി പോയി. ഏകദേശം നല്ല ഭക്ഷണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണങ്ങൾ 20 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. അതൊക്കെ നമുക്ക് കഴിച്ചാൽ തൽക്കാലം യാത്രയിൽ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ട് പോരാണ്. അപ്പോൾ പല സ്ഥലത്ത് പിടിച്ചിട്ട് പോന്നിക്കുകയാണെങ്കിലും നമ്മൾ രാത്രി ഏകദേശം ഒരു 1 മണിയോട് കൂടി നമ്മൾ 11 ടൈം കാണിക്കുന്നത് 1 മണിയോട് കൂടി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അതായത് ശനിയാഴ്ചൻ്റെ അന്ന് രാത്രി, വെള്ളിയാഴ്ച രാവിലെ ഒന്ന് പുറപ്പെട്ട് ശനിയാഴ്ച രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വന്നിറങ്ങി. ഇത് ഞങ്ങൾ ട്രെയിനിന് വാങ്ങിയ ഒരു ബിരിയാണിയാണ്. ഇത് മുട്ട ബിരിയാണി, അണ്ട ബിരിയാണി അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 മുട്ട ഉണ്ടാവും, അതുപോലെ തന്നെ ബിരിയാണി ഉണ്ട്. 2 ആൾക്ക് കഴിക്കാൻ ഏകദേശം മതി. ഏകദേശം 100 രൂപയാണ് അതിന് റേറ്റ് വരെ എടുക്കുന്നത്. ട്രെയിനിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് മറ്റൊക്കെ പോരുകയാണെങ്കിലും നമ്മൾ 10 മണിക്ക്, വെള്ളിയാഴ്ചൻ്റെ അന്ന് 10 മണിക്ക് രാവിലെ 10 മണിക്ക് കയറിയ നമ്മൾ രാത്രി ശനിയാഴ്ചൻ്റെ അന്ന് രാത്രി ഏകദേശം 11:30-12 മണിയോട് കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തും. അപ്പോൾ റാഹത്തായിട്ട് നമുക്ക് അവിടെ നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് നിൽക്കാണ് വീട്ടിലേക്ക് പോകേണ്ടത് വെച്ചാൽ അതിന് പോകാം ഇൻഷാ അല്ലാ. പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി, അതൊക്കെ നമ്മൾ കമൻറ്റിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാം. പിന്നെ ഈ ജനറൽ ടിക്കറ്റ് ഏത് സമയത്തും നിങ്ങൾക്ക് കിട്ടും. ഇനി അജ്മീർ എത്തിയാൽ എവിടെയൊക്കെ പോകാനുണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇനിയും ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതായത് അജ്മീർ നമ്മൾ ചൊവ്വാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഇത് വടാപ്പാവാണ്. ഇത് നമുക്ക് വലിയ സുഖമില്ല കഴിക്കാൻ, അതിന് വില ഉണ്ട്. അത് ഗുജറാത്ത ഭാഗത്ത് ജാസ്തി വിൽക്കുന്ന സാധനമാണ്. അത് നമ്മൾ വാങ്ങിയിട്ടില്ല, നമ്മൾ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ അജ്മീർ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ചൊവ്വാഴ്ചൻ്റെ അന്ന് വൈകുന്നേരം എത്തി. അത് കഴിഞ്ഞ് ബുധനാഴ്ചൻ്റെ അന്ന് നമ്മൾ അവിടുന്ന് സെർവാറിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അത് തൊട്ടടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ വ്യാഴാഴ്ചൻ്റെ അന്ന് നമ്മൾ താരാഗഡ് മലയും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചുള്ള യാത്ര, ഞാനിപ്പോൾ അജ്മീറിലേക്കുള്ള യാത്രയും അജ്മീറിലുള്ള പരിപാടികളും അവിടുന്ന് തിരിച്ചുള്ള യാത്രയെ കാണിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാ അജ്മീറിൽ എത്തിയിട്ട് എവിടെയൊക്കെ പോകാനുള്ളത് തുടർന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും. അതെല്ലാവരും കാണുക, പോകാൻ ഉദ്ദേശിച്ചവർ. അപ്പോൾ അതൊക്കെ കാണാം. ഏകദേശം നമ്മളെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. ആ സീറ്റിൽ വേറെ ആളുകൾ വന്നിരുന്നു. കോഴിക്കോട് എത്തി. അജ്മീറുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും കാണിക്കാനൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ തുടർന്നും ഓരോ വീഡിയോയിലായിട്ട് നമ്മളത് കാണിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ നെക്കി വെക്കാൻ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1297 അജ്മീർ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കോഴിക്കോട് സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രികർ കൃപയാ ധ്യാൻ ദേ ഗാഡി. അതായത് അജ്മീർ ഈ 3 ദിവസം താമസിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കറികളും അതുപോലെ തന്നെ കുബൂസും വിൽക്കുന്ന കടകളുണ്ടാവും. ഇവിടെ തന്നെ റൈസും വിൽക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ കറി എന്ത് ചെയ്യുക, ഒരു കറി രാവിലെ ഇതേപോലെ വാങ്ങാൻ നല്ല ഈമാനുള്ള മനുഷ്യന്മാരാണ്. പക്ഷേ ഇവിടുത്തെ വൃത്തി ഇത്രേ ഉണ്ടാവുള്ളൂ. ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കറി വാങ്ങുക, 30 റുപ്യൊക്കെ കൊടുത്ത് കഴിച്ചാൽ ഒരു കറി കിട്ടും. എന്തെങ്കിലും നല്ല ബീഫിൻ്റെ കറിയോ അതെല്ലാം നല്ല മുട്ടക്കറിയോ പോലത്തെ കറികൾ വാങ്ങുക. ഒരു ചപ്പാത്തി, അതായത് കട്ടിയുള്ള കുബൂസ് പോലത്തെ ചപ്പാത്തി ഇട്ടോണ്ട് നല്ല കട്ടി ഉണ്ടാവും. ഒന്ന് തിന്നാൽ തന്നെ അത്യാവശ്യം വയറ് നിറയും. അതിന് ഒന്നിന് ഏകദേശം 7 രൂപ വില വരുള്ളൂ. അത് വാങ്ങിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ മന്തി വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. ഒരു ദിവസം ചെറിയ പൈസക്ക് ഇതേപോലത്തെ കുറേ സാധനങ്ങൾ രാത്രി ആയി കഴിഞ്ഞാൽ ഈ അജ്മീറിൻ്റെ പിന്നെ വലത്തെ സൈഡിലേക്ക്, അതായത് 4ാം ഗേറ്റിൻ്റെ വലത്തെ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ കച്ചവടങ്ങൾ കാണാം. അപ്പോൾ ഇത് ടിക്കാനൊക്കെ പറയും, ചിക്കൻ ടിക്കാനൊക്കെ പറയും. ഇതൊക്കെ 10 റുപ്യ 20 റുപ്യൊക്കെ ഓരോന്നിന് വില ഉള്ളത്. നല്ല കാരണം ഒക്കെ തച്ചൊന്നും തോന്നാവില്ല, നല്ല ശുദ്ധമായ സാധനങ്ങളാണ് ഉണ്ടാകുക. പിന്നെ വൃത്തി ഏരിയും സ്ഥലമൊക്കെ അങ്ങനത്തെ വൃത്തികളേ ഉണ്ടാവുള്ളൂ. അവിടെ ചപ്പാത്തി ഉണ്ടല്ലേ, പൊറോട്ട ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഒക്കെ 7 റുപ്യ 4 റുപ്യ
അതുപോലെ തന്നെ 10 റുപ്യൻ്റെ സാധനങ്ങളാണ്. ഇത് രണ്ടെണ്ണം ഉണ്ടായാൽ തന്നെ നമുക്കൊരു ദിവസത്തെ ഭക്ഷണത്തിനൊക്കെ അത് എമ്പാടുണ്ടാവും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാണ്ട്. നമ്മൾ ഷർവാറിൽ പോയതും ഇനിയുള്ള റൂട്ടുകളും മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മളിങ്ങനെ കാണിച്ചു തരും. നിങ്ങൾക്ക് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.